തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ വരുമ്പോൾ ആൾക്കാരുടെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല കേട്ടോ. അങ്ങനെ പറ്റിയ ഒരു സ്ഥലം നിങ്ങൾക്ക് തയ്യാറാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്പേസ് നിങ്ങൾക്ക് റെന്റിന് എടുക്കാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ കാണുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ മെയിൻ എൻട്രൻസ് ആണ്. ടിക്കറ്റ് കൗണ്ടറാണ് ദേ കാണുന്നത്. ഇപ്പം വൈകുന്നേരം ഒരു 4:30 സമയമാണ്. ഇപ്പം തന്നെയുള്ള തിരക്ക് നോക്കി. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് വരുന്ന ഒരു ലൊക്കേഷനാണ്. കാരണം നമുക്ക് തന്നെ ഇതിനകത്തൊരു കടമുറി നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കച്ചവടം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെയുള്ള മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തൊക്കെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ ഒന്നും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളില്ല. ഇത് ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മേളത്തെ നിലയിൽ നമുക്കിതുപോലെ ടോയ്ലറ്റ് സൗകര്യവും, അതായത് ഇവിടെ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഫ്രഷ് ആവാനൊക്കെയുള്ള സെറ്റപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ്സിലൊക്കെ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ എല്ലാം നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിൽ നമുക്ക് വേറൊരു വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഒത്തിരിയധികം ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ബസ്സുകളിൽ നിന്നുള്ള കച്ചവടം നമുക്ക് പിടിക്കുകയാണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് നടക്കാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ്. പിന്നെ മോസ്റ്റ്ലി നമുക്കിവിടെയൊക്കെ അവധി ദിവസങ്ങളിൽ കച്ചവടം ഭയങ്കരമായിട്ട് പൊടി പിടിക്കും കേട്ടോ. ആ രീതിയിലുള്ള ലൊക്കേഷൻ നമുക്കിതാ ഈ ഒരു സ്പേസ് വാടകയ്ക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ പിൻവശത്തെ സ്പേസിൽ നമുക്ക് കുറേ കിയോസ്കുകൾ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. ഇതുപോലുള്ള ചെറിയ ചെറിയ റൂംസ് അല്ലാണ്ട് നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂംസ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് താഴെ ഒരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. കൗണ്ടർ എല്ലാം ആ ഭാഗത്തായിട്ട് സജ്ജീകരിക്കാവുന്നതാണ്. ഈ കാണുന്ന പോലെ ഒരു ക്ലോക്ക് റൂമും നമുക്കിതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇതിൻ്റെ പിൻവശത്തേക്കുള്ള സ്പേസ് കണ്ടോ. ഇവിടെ ഒരു ഗ്രൗണ്ട് കണക്കുള്ള സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ നമുക്കൊരു 5 കിയോസ്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാം കേട്ടോ. ഈ സ്പേസിൽ നിങ്ങൾക്കൊരു 5 കിയോസ്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആ സൈഡിൽ നിന്ന് നമുക്ക് ഗേറ്റ് ഇട്ട് തരുന്നുണ്ടാവും. അപ്പോൾ ആ ഗേറ്റ് തുറന്ന് നമുക്ക് ഈ കാണുന്ന കിയോസ്കുകളിൽ അതിലും ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലെയോ, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നമുക്കൊരു റെസ്റ്റോറൻ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് പൂർണ്ണമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ മേളിലത്തെ നമുക്ക് ആ ഒരു ആൾക്കാർക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യവും ടോയ്ലറ്റ്സും എല്ലാം നമുക്ക് മേളത്തെ നിലയിലാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇത് നമ്മുടെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പ് വരുന്നത്. സൊസൈറ്റിക്കാരുടെ നമ്പറാണ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരിട്ട് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്താണെന്നുള്ളത് അവരോട് സംസാരിക്കുക. അതിനനുസരിച്ചുള്ള റെൻറ്റിൽ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരാവുന്നതാണ്.